അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടാലോ? രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. നമ്മൾ കോളേജിൽ പോകാൻ ഇറങ്ങി, നല്ല മഴയാണ് ഗൈസ്. എനിക്ക് മേലെ ഈ മഴയത്ത് ഇങ്ങനെ പോകാനായിട്ട്. വീട്ടിൽ നിന്ന് കുറച്ച് നടന്നിട്ടാണ് ബസ് കയറുന്ന സ്ഥലം. നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുന്നത്. തിരുവല്ലയിൽ നിന്ന് ലാസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ ഇവിടെ തോട്ടടി എന്ന് പറയും. അങ്ങനെ നമ്മൾ തിരുവല്ല സ്റ്റാൻഡിൽ വന്നു. ഇവിടുന്ന് കോട്ടയത്തിന് നമ്മൾ ബസ് കയറും. അങ്ങനെ നമ്മൾ കോട്ടയത്ത് വന്നു, ക്ലാസ്സിൽ വന്നു. നമ്മുടെ കൂട്ടുകാരാണ്, മനു ആണ്. ഇത് ഇരുന്ന് പഠിക്കുകയാണ്. ഇത്രയും പേര് ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്കും അവൻ ഇവിടെ മാറി തനിയെ ഇരുന്ന് പഠിക്കുകയാണ്. കണ്ടോ കണ്ടോ കണ്ടോ, പഠിക്കാനായിട്ട് ആഗ്രഹമുള്ള കുട്ടിയെ മുഖം ഒന്ന് കാണിക്കും. റെയ്ത്തണ്ണ കാണിക്കുന്നു. പീനട്ട് ബട്ടറിൻ്റെ കായങ്ങാണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ കണ്ട് ഇവിടെ എവിടെയോ പേരുണ്ടായിരുന്നു, അത് കാണുന്നില്ല. ഇതേണ്ടേ കുറേ ആയിട്ടുണ്ട്. ഓ ഓ എന്നെ കളിയാക്കുവാണ് ഗൈസ് എല്ലാവരും. പിന്നെ അത് ഇവിടെ ഇഷ്ടംപോലെ മൽബറി ഇരിപ്പുണ്ട്. എല്ലാം നല്ല പഴുത്ത് ആയിട്ടുള്ള മൽബറി ഒക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ക്ലാസ്, ഈ കാണുന്നത്. ഇതെല്ലാം എക്സാമിന് പോകാനുള്ള പ്രിപ്പറേഷനിൽ എല്ലാവരും അതും ഇതുമൊക്കെ പറയണേ. ഇവിടെ നിറച്ച് മൽബറിക്ക ഉണ്ട്. ഇതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഇവിടെ മൊത്തം പഴുത്ത് കിടക്കുക, പക്ഷെ ഫോണിൽ അതൊന്നും ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്നേ ഉള്ളൂ. ഇതുണ്ടോ, ഇതിനേക്കാൾ നല്ല രീതിക്ക് പഴുത്ത മൽബറിക്ക. ഇങ്ങനെ നമ്മൾ എക്സാമിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇവർ ഞാൻ അറിയാണ്ട് വീഡിയോ എടുത്തതാണ്. അത് അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരോടും ഓടുകയാണ്. അങ്ങനെ നമുക്ക് എല്ലാവർക്കും വേറെ വേറെ ഹോളിൽ വെച്ചാണ് എക്സാം. എല്ലാവർക്കും ഒരുപോലെയൊന്നും അല്ല എക്സാം നടക്കുന്നത്. നമ്മുടെ എക്സാം ഹോള് ഒത്തിരി കുട്ടികളുണ്ട്. ഇപ്പോൾ ആരും ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും ആരുമില്ല. അതുകൊണ്ട് അവിടെ 2 പേരുണ്ട്. നമ്മൾ എക്സാം ഹോളിൽ വന്നു. ബാഗും ഫോണും എല്ലാം വെളിയിൽ വെക്കേണ്ടതുകൊണ്ട് നമ്മൾ എക്സാം ഹോളിലോട്ട് കയറാൻ പോവാണേ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി എക്സാം ഒക്കെ എഴുതിയിട്ട് വരാം. എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല. എക്സാം ഞാനിവിടെ പറയുന്നത് കണ്ടിട്ട് അവരൊക്കെ നോക്കി ചിരിക്കുകയാണ്. കൈസ്തോണ്ട് എന്നെ നോക്കി കളിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത്. പാസ്സാവോ? ഫുള്ള് കിട്ടുമോ? ഓക്കെ. ഇതാണെങ്കിൽ സോനാപപ്പടിയാണ് കേട്ടോ. ബോംബെ പൂടാന്നൊക്കെ പറയില്ലേ. അപ്പം മനു നമുക്ക് വേണ്ടി കൊണ്ട് തന്നെയാണ്. നമ്മളപ്പോൾ എക്സാം എല്ലാം കഴിഞ്ഞു, എല്ലാവരും കൂടെ നിന്നപ്പോഴത്തേക്കും അത് പൊട്ടിച്ച് കഴിക്കുകയാണ്. ഇതാണ് ജോബി, ഇതാണ് ജസ്വിൻ. ആളത്ര ഇൻട്രോവേർട്ടൊന്നും അല്ല, ഭയങ്കര കോമഡിയാണ് ആളുടെ കാര്യം. പക്ഷേ ഞാൻ ക്യാമറയായിട്ട് ചെന്നപ്പോഴത്തേക്കും ആൾ മുഖമൊക്കെ വരച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ പൃഥ്വിരാജാന്ന് പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. എയർപോർട്ടാണെന്ന് തോന്നുന്നു. നമ്മളെ വളരെ ഇതാക്കി ഇതാണ് പഞ്ഞിമുട്ടായി വേണം. പഞ്ഞിമുട്ടായി സോൺ പപ്പടി. ഇവൻ കൊണ്ടുവന്ന സാധനമാണ്, ഞാൻ കൊണ്ടുവന്നതല്ല. ഞാൻ കഴിക്കാൻ പോവാ. എങ്ങനുണ്ട്? വാവുമായിട്ടുണ്ടോ? ഞാൻ രാവിലെ ബായിനെ കണ്ടോ നിന്നെപ്പോലെ എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. നാണമാണ് ഗൈസ്. ഇവൻ പൃഥ്വിരാജാന്ന് പറഞ്ഞ് നടക്കുന്നേ ഞങ്ങളുടെ ക്ലാസ്സിൽ. പൃഥ്വിരാജിന്റെ ഡയലോഗും പറഞ്ഞ് നടക്കുന്നത്. ഭയങ്കര മഴ. അങ്ങനെ നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി, നല്ല മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 3 പേരൂടെ, ഞാനും മനു ബ്രേത്തൂടെ ബജ്ജി കഴിക്കാമെന്നും പറഞ്ഞ് നമ്മുടെ കോളേജിനടുത്തുള്ള ചായക്കടയാണ്. അവിടെ ചെന്ന് വിനു ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടെയുള്ള കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബജ്ജിയൊക്കെ കഴിച്ചു. അങ്ങനെ മഴയത്ത് കോട്ടയം നഗര വീതിയിലൂടെ നമ്മൾ നടന്നു നീളുകയാണ് ഗായ്സ്. ഭയങ്കര മഴയാണ് കേട്ടോ ഇവിടെയൊക്കെ. കോളേജിൻ്റെ ഇടയ്ക്ക് നല്ല മഴയാണ്. ഇനി നമുക്ക് ബസ് കയറി പോകണം, കുറച്ച് നടക്കണം. നടന്ന് ബസ് കയറിയിട്ട് വേണം തിരുവല്ല ബസ് നോക്കണം. ഇല്ലെങ്കിൽ എല്ലാം തിരുവനന്തപുരമോ അടൂരോ ഫാസ്റ്റോ എല്ലാം നോക്കാം. കോട്ടയത്തു നിന്ന് നമുക്ക് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റാണ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ചങ്ങനാശ്ശേരിയൊക്കെ എത്തിയപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. മഴയായതുകൊണ്ടായിരിക്കും, നല്ല ബ്ലോക്കായിരുന്നു. അങ്ങനെ തിരുവല്ലയിൽ വന്നു. തിരുവല്ലയിൽ അച്ഛൻ ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും അച്ഛൻ തിരുവല്ലയിൽ നിന്ന് നേരെ ആലപ്പുഴ ബസ് കയറി വെള്ളക്കിണർ ഇറങ്ങും. ഞാൻ എക്സാം ആയതുകൊണ്ട് ടൈം ഒത്തിരി ഇതായതുകൊണ്ട് എനിക്ക് പ്രൈവറ്റ് ബസ് കിട്ടത്തില്ല. അപ്പോൾ അച്ഛയുടെ കൂടെയാണ് തിരിച്ച് വരുന്നത്. അങ്ങനെ നമ്മൾ വെള്ളക്കിണർ ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു.
അച്ഛനാണെങ്കിൽ വെള്ളക്കിണർ വണ്ടി വെച്ചിട്ടാണ് കോട്ടയത്തേക്ക് പോരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു നേരെ പള്ളിയിൽ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, അതിനും പോയി. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.